Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ പ്രയോറിറ്റി നൽകുന്നില്ല, ഒട്ടും പ്രയോറിറ്റി നൽകുന്നില്ല. അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അതിനൊരു വാല്യൂ നൽകുന്നില്ല, ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒട്ടും പരിഗണിക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം. സോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ഒരു റീസൺ നിങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായും തെറ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തായിരിക്കില്ല. എന്നിരുന്നാലും ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ മിസ്റ്റേക്കുകൾ ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്നതായിരിക്കാം. സോ ആ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എങ്ങനെയാണോ ആ റിലേഷൻഷിപ്പിൽ പരിഗണിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. സോ ഒന്നാമത്തെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെയധികം അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ്. ടു അവൈലബിൾ, വളരെയധികം അവൈലബിൾ ആണ് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ നടത്തുന്നതിന് വേണ്ടി. ഇവിടെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അവരിഷ്ടമുള്ള കാര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്പർ 1, അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 ആയിരിക്കും. അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത്. എന്നാൽ നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം എൻഗേജ്ഡ് ആയിരിക്കാം, ബിസി ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ അവരെന്തെങ്കിലും ഒരു ആവശ്യം പറയുന്ന സമയത്ത് അതെല്ലാം മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നു. ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. ഇനി ചില കേസുകളിൽ അത് പറയുന്നുണ്ടായിരിക്കും, ഞാൻ അത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൂടി മനസ്സിലാകാത്ത കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ചെയ്യേണ്ടത് ആ ഒരു അവൈലബിലിറ്റി ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആവശ്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് നിങ്ങൾ അതെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നീട് എഫേർട്ട് എടുക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ അത്ര അവൈലബിൾ അല്ല. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രം അവരിലേക്ക് അവൈലബിൾ ആകുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. ഇതൊരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. എസ്പെഷ്യലി ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഒട്ടും പരിഗണിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാത്ത ഒരു വ്യക്തി നിങ്ങളോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ആ ഒരു അവൈലബിലിറ്റി കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുൻഗണന കൊടുക്കുക, അതിനുള്ള എഫേർട്ട് എടുക്കുക. ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ചേഞ്ച് എന്ന രീതിയിൽ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും നിങ്ങൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിലൂടെ ഈ കാര്യം അവരെ അറിയിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ ഒരു റീസൺ, നിങ്ങളെ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടുപോകില്ല. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ അവരെ ഒരിക്കലും വിട്ടുപോകില്ല എന്നുള്ള ഒരു തോന്നൽ അവരിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിസ്റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലായിരിക്കില്ല ആ റിലേഷൻഷിപ്പിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ബട്ട് സ്റ്റിൽ ആ റിലേഷൻഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ചോദിച്ചു വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ചോദിച്ചിട്ടും കിട്ടാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്തിട്ടും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു കാര്യമാണ്, ഒരു തോന്നലാണ്, എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ നിന്നും പോവില്ല അല്ലെങ്കിൽ അവരെ വിട്ടു പോവില്ല എന്നുള്ളൊരു തോന്നൽ. അങ്ങനെയുള്ള ഒരു തോന്നൽ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആ റിലേഷൻഷിപ്പിൽ ലഭിക്കില്ല. എസ്പെഷ്യലി നിങ്ങളെ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ വാക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നോ അങ്ങനെയുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ ആ ഒരു തോന്നൽ പതിയെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളും സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ
അല്ല ആ റിലേഷൻഷിപ്പിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനും അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ എങ്ങനെയാണോ ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യം ചോദിച്ചു വാങ്ങാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ അങ്ങനെയുള്ളൊരു തോന്നല് അത് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആദ്യം പറഞ്ഞ ആ ഒരു തോന്നൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയണം. സോ നിങ്ങൾ ഒരിക്കലും എങ്ങനെയൊക്കെ നിങ്ങളെ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാലും അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളെ ഒട്ടും പോസിറ്റീവ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്നും ഒരിക്കലും ലീവ് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തോന്നല് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രയോറിറ്റി നൽകണം. നിങ്ങൾക്കും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇത് എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു കാര്യമല്ല, ബട്ട് സ്റ്റിൽ ചില ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അവരുടെ മൈൻഡിലുള്ള ഇമോഷൻസ്, ലവ് ഒന്നും ഇവർ എക്സ്പ്രസ് ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ലവ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് അലോ ചെയ്യുകയും ഇല്ല. അതൊരു റിസീവിങ് മോഡിലായിരിക്കില്ല, പകരം ഒരു ബ്ലോക്കിംഗ് മോഡിലായിരിക്കും അവരെപ്പോഴും ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്, പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അവർ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണ്, നെഗറ്റീവായിട്ടുള്ള കംപ്ലൈന്റുകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ക്വാളിറ്റി ടൈം ആയി മാറുന്നില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യുകയും ഇല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ലവ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് അലോ ചെയ്യുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ബിക്കോസ് അതൊരു മിസ്റ്റേക്ക് ആണ്. നെക്സ്റ്റ്, പ്രയോറിറ്റി നൽകാത്തതിന്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് സ്വന്തം ആവശ്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും ഒട്ടും വാല്യൂ നൽകാതെയാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അതിന് മുകളിലെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു വ്യക്തി വളരെയധികം സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സ്ട്രോവേർട്ടായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്ര സോഷ്യൽ അല്ല, കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആണ് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് തന്നെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും അത്രയധികം സോഷ്യൽ ആവാൻ താല്പര്യമില്ലാത്ത ഒരാളായിരിക്കും. അപ്പൊ അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഇഷ്ടങ്ങളിലും ഒക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തി ഒരുപാട് പാർട്ടികളിലും അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാമുകളിലും മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരുടെ മൂഡ് അനുസരിച്ച് ചില സമയങ്ങളിൽ അവർക്ക് ഓക്കെ ആയിരിക്കും, ചില സമയങ്ങളിൽ അവർക്ക് ഓക്കെ ആയിരിക്കില്ല. അങ്ങനെയാവുന്ന സമയത്ത് അവിടെ ഒരു ബാലൻസിങ് വരുന്നില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹം വരുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അപ്പൊ വീട്ടിലിരിക്കാനാണ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അവർക്ക് അപ്പോൾ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അവർ അവരുടെ ഇഷ്ടം ചെയ്യട്ടെ, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഇഷ്ടം നടന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവർ പ്രയോറിറ്റി നൽകുന്നില്ലല്ലോ അല്ലെങ്കിൽ നൽകിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു കംപ്ലൈന്റിന് അവിടെ പ്രസക്തിയില്ല. ബിക്കോസ് നിങ്ങളുടെ ഇഷ്ടം മറ്റെന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾക്ക് ആ പ്രോഗ്രാമിനെ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കറക്റ്റാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആ സമയം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ചില സമയങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് പ്രയോറിറ്റി നൽകുക. അതിനുശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെ ഒട്ടും പ്രയോറിറ്റി നൽകുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്നും വാല്യൂ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യം അവിടെ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ബിക്കോസ് അവർ തന്നെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, നിനക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ കംപ്ലൈന്റ് പറയുകയായിരുന്നല്ലോ, ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു സമയത്തായിരിക്കും ആ ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നോ ചെയ്യേണ്ടിരുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ എഫേർട്ട് മനസ്സിലാക്കാതെ പോവുകയാണോ ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു സാധ്യത അവിടെ കാണും. അപ്പൊ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്ററായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പ്രയോറിറ്റി നൽകി അതിനുമുള്ള ഒരു സ്പേസ് കൂടി നിങ്ങളുടെ ലൈഫിൽ കണ്ടെത്തുക. അതിനുശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെയും പരിഗണിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ബി വില്ലിംഗ് ടു വാക്ക് അവേ. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണെങ്കിലും ആ പേഴ്സണിൽ നിന്നാണെങ്കിലും
നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ ഒട്ടും പരിഗണിക്കാത്ത രീതിയിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ നിങ്ങളുടെ തീരുമാനങ്ങൾക്കോ ഒന്നും യാതൊരു വിലയും ഇല്ലാത്ത ഒരു സ്പേസിൽ നിന്നും ഏത് നിമിഷവും ഇറങ്ങി പോവാനുള്ള ഒരു കരുത്ത്, ഒരു ധൈര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ ഡിസേർവിംഗ് ആയ രീതിയിലായിരിക്കും നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. സോ അത്തരത്തിലുള്ള ഒരു ധൈര്യം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തി ഒട്ടും പ്രയോറിറ്റി നൽകുന്നില്ല, അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ ബാഡ് ആയ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടായിരിക്കും. സോ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. ബിക്കോസ് പല കാര്യങ്ങളും എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാകാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എപ്പോഴും പ്രവൃത്തി, ആക്ഷൻസ് ആയിരിക്കും കൂടുതലായി സംസാരിക്കുക. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണിത്. നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ പ്രവൃത്തികൾ അവരിലേക്ക് ആ കാര്യം എത്തിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്